മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് വെച്ചാൽ ഒരു ട്രിപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ 3 ഗേയ്സ് അത് ബഗ്ഗാണ്, കാര്യം പേടിക്കേണ്ട. നല്ല രീതിയിൽ ലാഗ് എടുക്കുന്നുണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്യുന്ന കൊണ്ട് ലാഗ് ഉണ്ട്. 2 ബസ് ഉണ്ട്. ഒരെണ്ണം ഡ്രാവെക്സ് എന്ന് പറയുന്നൊരു ബസ്സും പിന്നെ നമ്മുടെ ബല്ലാസിൻ്റെ ടോമും ഉണ്ട്. നമ്മൾ പുതിയ ബസ് എടുത്തായിരുന്നു. നമ്മുടെ ഹസാഡ് നമ്മളൊക്കെ കൊടുത്ത് ഹസാഡ് തന്നെയാണിത്, പക്ഷെ നമ്മൾ എഡീഷണൽ നെയിമും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് വണ്ടി നല്ല സീനാക്കിയിട്ടുണ്ട്. നമ്മുടെ വെൽവോറ എന്നാണ് ഇപ്പോഴത്തെ ബസ്സിൻ്റെ പേര്. പിന്നെ അത് ഈ ഒരു ബല്ലാസിൻ്റെ സൈഡ് വർക്കൊക്കെ കിടിലം വർക്കാണ്. ഇത് നമ്മൾ കാണിക്കാം. ഇപ്പം നമ്മൾ 3 ബസ്സിലാണ് പോണത്. ഒരു സ്കൂൾ ട്രിപ്പും കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മുടെ സിറ്റി ടു എയർപോർട്ടിലാണ് പിള്ളേരെ കൊണ്ടിറക്കുന്നത്. ഗൈസ്, എയർപോർട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ ടൂർ ഉണ്ടാകുമോ? എനിക്കറിയാൻ പാടില്ല. അപ്പോൾ 2 മച്ചാന്മാരുണ്ട് നമ്മുടെ കൂടെ. പിങ്കിയുടെ ഓണറാണ് നമ്മുടെ ഒരു മുട്ടച്ചേട്ടൻ്റെ സൗണ്ട് ഇച്ചിരി സീനാണ്. മുട്ടച്ചേട്ടൻ എന്ത് ഗീസ് നമ്മുടെ ടോമി ഇവിടെ ഉണ്ട്. ടോമേ, എടാ നീ എന്താണ് ഇങ്ങനെ? നീ എന്താ അവനെ മുട്ടയെന്നൊക്കെ വിളിക്കണത്? അവനെ ഇടിക്കൂട്ട, അതിനെ പിടിച്ചേ. ഓ പിന്നെ ഒന്ന് പോടാ, അവനെ ഇടിക്കുന്നില്ല, നമ്മുടെ ചങ്കല്ലേ. അവനെന്തിയടാ? അവനെങ്ങോ പോയി. അവനെവിടെയോ പോയെന്നാണ് പറഞ്ഞേക്കണത്. നോക്കാം നമുക്ക്. അപ്പൊ ഗൈസ്, നമുക്ക് വണ്ടി എടുത്ത് ഇവിടെ നിന്ന് നേരെ പോയാലാ? അപ്പൊ ഗൈസ്, നമ്മളിവിടുന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങ് പോകാം. വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നേരെ പോവാ. നല്ല രീതിക്ക് തന്നെ ലാഗ് അടിക്കുന്നുണ്ട്. പിന്നെ അത് നമ്മളൊന്നും ക്യാരി ആക്കണ്ട. നമുക്കിനി ഇവിടുന്ന് സിറ്റി 2 വരെ പോകണം. കുറേ ദൂരം എടുക്കും. അയ്യോ കിസ് ഇടിച്ചില്ല. നമ്മുടെ പുത്തൻ വണ്ടിയാണ്. നമ്മൾ റിവീലിംഗ് പോലും വെച്ചിട്ടില്ല. റിവീലിംഗ് വെക്കാൻ ഇനിയൊന്നും ഇല്ല. നിങ്ങൾ വീഡിയോ തിരിഞ്ഞു ഇല്ല. കമ്പൊക്കെ അടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട് നമ്മൾ. മുട്ടച്ചേട്ടൻ വണ്ടിയുടെ പുറകിൽ എന്തോ ടയറൊക്കെ നോക്കാൻ പോയതാന്ന് പറഞ്ഞു. എന്നെ പിടിച്ചിടിക്കുമെന്നേ ടോമ് പറയണ്. അവൻ നമ്മളെ പിടിച്ചിടിക്കുമെന്ന്. നമുക്കിവിടെ നേരെ പറപ്പിച്ചിട്ട് നല്ല ലാഗ് അടിക്കുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ ലാഗുണ്ട്. ഇതുണ്ടോ, നമ്മൾ സൈഡ് ഒരച്ചുകൊണ്ടാണ് പോകുന്നത്. സ്റ്റിക്കറൊക്കെ ഇടിക്കും. ഇതുണ്ടോ ഗൈസ്, നല്ല രീതിക്ക് തന്നെ ലാഗും അടിക്കുന്നുണ്ട്. പിന്നെ ഫോൺ നല്ല ചൂടാവുന്നുണ്ട്. നമ്മുടെ ഫോണൊരു പഴയ ഫോണാണ്. സാംസങ് ഗാലക്സി A0s ആണ്. നമുക്കിവിടുന്ന് നേരെ പറപ്പിച്ചുവിടാം. അയ്യോ ഗൈസ്, ഇടിച്ചിടിച്ച് അതാരും കാര്യമാക്കണ്ട. ഒന്നും പറ്റിയിട്ടില്ല. ആരും ഒന്നും പേടിക്കണ്ട. ഗൈസ് കൺട്രോൾ ചെയ്യ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പകുതി അവരൊക്കെ അവിടെ എത്തിയ. ഇതെന്ത് ഗൈസ്, ഒരു എൻഡർമാനാന്ന് തോന്നുന്നത്. അവർ മാഞ്ഞു പോയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സിറ്റി 2 വെച്ച് കാണാം. അപ്പോൾ ഗൈസ്, നമുക്ക് സിറ്റി 2 എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം സിറ്റി 2ൻ്റെ ആ റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് നേരെ കത്തിച്ചങ്ങ് വിടാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഡിസൈൻ. ഞാൻ വേണമെങ്കിൽ കാണിച്ച് തരാം. വേണ്ട, നമ്മൾ പുതിയ ഒരു കസ്റ്റംസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഗൈസ്, ഇതെന്താ? ഒരുത്തനെ അവിടെ കിടന്ന് ഗൈസ്. അപ്പോൾ നമുക്കിവിടുന്ന് നേരെ നോക്കാം. അപ്പോൾ നമ്മുടെ ടോം ബാക്കിൽ ഇടിച്ച് കിടന്നിട്ടുണ്ട്. ഇവിടുന്ന് നേരെ അങ്ങ് പറപ്പിച്ചുവിടാം. നമുക്കിവനെ പൊട്ടിക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ പറപ്പിച്ചുവിടാം. ഗൈസ്, നിങ്ങൾ സ്പീഡ് നോക്ക്. ഒരു ബസ് 190 കയറി ഗൈസ്. കുറച്ച് കഴിയുമ്പോൾ 200 കയറും. 200 കയറുന്നവരെ നമുക്ക് നോക്കാം. 200 കയറുമോ നോക്കിയാലോ ബസ്. ടോപ്പ് സ്പീഡ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. 200 ഗൈസ്, 200 കയറി. ശരിയും പറപ്പിച്ചുവിടാം ഗൈസ്. ഇനി നമ്മുടെ ലൈവും കാര്യങ്ങളൊക്കെ കാണും. എല്ലാവരും അതിനകത്ത് പങ്കെടുക്കാനൊക്കെ നോക്കുക. എല്ലാവരും കയറണം. പിന്നെ നിങ്ങൾ ലൈക്ക് അടിക്കണില്ല, സബ്സ്ക്രൈബും ചെയ്യുന്നില്ല. നമ്മുടെ ടാർഗറ്റ് 500 ആണ്. 500 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മളൊരു കിടിലം ബസ് ഗിവ് അവേ കാണും. ഇപ്പം എല്ലാ ഞായറാഴ്ച ഞാൻ ഒരു ഗിവ് അവേ കൊടുക്കും. പക്ഷേ അതുപോലെയല്ല, അത് വർക്ക് ചെയ്യാത്ത ബസ്. ഞാൻ ഗിവ് അവേ കൊടുക്കുന്നത് 500 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഗിവ് അവേ കൊടുക്കുന്നത് നമ്മുടെ ഒരു കിടിലം തന്നെ ഒരു വണ്ടി തന്നെയായിരിക്കും. കിടിലം ബസ്. നമ്മുടെ ഈ GR കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബസ് കസ്റ്റംസും കാര്യങ്ങളൊക്കെയാണ്. KDM കാർസൊക്കെ അതിൽ കസ്റ്റംസ് ചെയ്യും. അതിൻ്റെ ഓണർ വേറെ ആയിരുന്നല്ല, ഞാൻ തന്നെയാണ് ഗൈസ്. പക്ഷെ എന്ത് പറയാല ഗൈസ്, നമ്മളിത് അവരൊക്കെ പുറകെ വരണുണ്ടാന്ന് നോക്കാം.
അപ്പോൾ അതേ നമ്മളിവിടെ നിന്ന് പറപ്പിച്ചു വിടണേണ്. ഇത് ഗൈസ് 225 കയറി. നമുക്ക് സ്പീഡൊന്ന് കൂട്ടാം. നമുക്ക് 290 വരെ കൂട്ടി വെക്കാം. അപ്പോൾ ഗൈസ് ദേ നമ്മൾ ഏകദേശം സിറ്റി ടു എത്താറായിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബ്രേക്ക് പിടിച്ചാലേ അവിടെ എത്തുമ്പോൾ വണ്ടി നിൽക്കുകയുള്ളൂ. അതാണ് എൻ്റെ വണ്ടിയുടെ ബ്രേക്ക്. കട്ട ബ്രേക്കാണ് കണ്ട. നമുക്ക് ഇവിടുന്ന് പറപ്പിച്ചുവിടാം. അയ്യോ ഫ്യൂവലിരുന്ന് ഗൈസ്. ഗൈസ് തീർന്ന് ഇപ്പം തീരും ഗൈസ്. പക്ഷെ ഞാൻ മറന്നും പോയി ഫ്യൂവൽ അടിക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് നോക്കി അടിച്ചാൽ മതിയായിരുന്നു. നമുക്കിവിടെ പെട്രോൾ ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. നമുക്കിവിടെ നൈസിൽ ബ്രേക്ക് പിടിച്ച് നിർത്താം. അയ്യോ ഗൈസ് 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 നമുക്ക് പെട്രോൾ ഗൈസ് വണ്ടി നിൽക്കണില്ല. നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഇട്ട് നോക്കാം. ഹാൻഡ് ബ്രേക്ക് ഇട്ടും പാർക്ക് മോഡും ഇട്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് വണ്ടി എടുത്ത് നേരെ ആ ഒരു സ്ഥലത്തേക്ക് പോകാം. ഫസ്റ്റ് സ്പോട്ട് ഇതേ ഇവിടെ ഒരു കാർ ഇരിപ്പില്ലേ, ഇങ്ങനെ മലയുടെ പൊക്കത്തൊരു കാർ ഇരിപ്പില്ലേ, അവിടെ ആയിട്ടാണ് ഗൈസ്. അവർ വരണുണ്ടാ. ഞാൻ അപ്പം പെട്രോൾ പമ്പിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഇതേ നമ്മൾ പെട്രോളും കാര്യങ്ങളൊക്കെ അടിക്കാൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവക്സ് എന്ന് പറയുന്ന ആ മൊട്ടച്ചേട്ടൻ്റെ വണ്ടി അവിടെ എവിടെയോ കുടുങ്ങിയിട്ടുണ്ട്. പുള്ളീനെ ഇതുവരെയായിട്ടും കണ്ടില്ല. അതേ നമ്മുടെ ബല്ലാസിൻ്റെ ടോമി ഇവിടെ നിൽപ്പുണ്ട്. ടോമിൻ്റെ വണ്ടിയുടെ ഗ്രാഫിക്സ് നോക്ക് ഗൈസ്. എൻ്റെ പണ്ടത്തെ റിവോൾട്ടിൻ്റെ സെയിം ഗ്രാഫിക്സ് ആണ്, ഒരു മാറ്റമായിട്ട് ഗൈസ്. പിന്നെ ഈ സ്റ്റിക്കർ ആരെ ചെയ്തതെന്നറിയാം? വേറെ ആരുമില്ല, ഞാൻ തന്നെ. ഞാൻ ഇച്ചിരി സീനായിപ്പോയി ഗൈസ്. കണ്ട കിഡിലം ഗ്രാഫിക്സ് അല്ലേ? കിഡിലം ഗ്രാഫിക്സ് എന്ന് വെച്ചാൽ കിഡിലം, ഒന്നും പറയില്ല. ബാക്കിൻ്റെ ആ ലുക്കൊക്കെ കണ്ട. അതെ ഈ ഒരു അതെ നമ്മുടെ ടാങ്ക് ഫുള്ളായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നേരെ അങ്ങ് പോകാം. ഇതിന് റൂഫില്ലേ ഗൈസ്? പെട്രോൾ പമ്പിന് റൂഫില്ല, അതാരും കാര്യമാക്കണ്ട ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് നേരെ അങ്ങ് പോകാം. അപ്പോൾ ദേ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് ഏകദേശം നമുക്ക് എത്താറാകും. നേരെ അങ്ങ് പോകാം. അപ്പോൾ ദേ ആ ഒരു വളവിലായിട്ടാണ് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് കണ്ടായി മാപ്പിൽ. ദേ ഇവിടെ ആയിട്ടാണ് ആ ഒരു ഫസ്റ്റ് സ്പോട്ട്. ഇതേ കണ്ട. അവിടെ നിന്ന് നോക്കുമ്പോഴേ ഞാൻ കാണിച്ചു തരാം. അവിടെ നിന്ന് നോക്കുമ്പോഴേ നിങ്ങൾക്ക് ആ ഒരു 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 എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെയുണ്ട് എൻ്റെ കോമഡി. ഉണ്ടാക്കണ്ടാക്കണം. നമ്മുടെ ബസ് വേണത് ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് കേസ് കേസ് കേസ്. അവരൊന്നും പേടിക്കണ്ട, ഒന്നും പറ്റിയിട്ടില്ല. ഓഫ് ഗൈസ് ഒന്നും പേടിക്കണ്ട കേട്ടോ, ഒന്നും പറ്റിയിട്ടില്ല. പിള്ളേരൊക്കെ സേഫാണ്. അപ്പോൾ ഗൈസ് നമുക്കിതേ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ കൊണ്ടുപോയി സൈഡിൽ പാർക്കാക്കാൻ പറ്റുമോ നോക്കാം. നമുക്കിതേ ഈ ഒരു സൈഡിൽ തന്നെ പാർക്കും കാര്യങ്ങളൊക്കെ ആക്കാം. സൈഡിൽ പാർക്കും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിതേ പിള്ളേരെയും കാര്യങ്ങളൊക്കെ ഇതേ ആ കാട്ടിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. ടീച്ചർമാരും പോയിട്ടുണ്ട്. അപ്പോൾ ഇതേ അവിടെ മറ്റേ മച്ചാനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതേ അച്ചാനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതേ ഉണ്ട മുട്ടച്ചേട്ടനോട് സംസാരിക്കുക. ഡാടാടാ നീയാണോ മുട്ടാന്ന് വിളിച്ചത്? ഗൈസ് പേടിച്ചോയി. അയ്യേ ഗൈസ് പേടിച്ചോയി. മുട്ടച്ചേട്ടൻ പേടിച്ചോയി ഗൈസ്. ഇല്ല ഗൈസ് ഇപ്പം തന്നെ എനിക്ക് കിട്ടുമായിരിക്കും. അയ്യോ ഗൈസ് ഇപ്പോൾ വരും. അപ്പോഴത്തേക്കിനും നമുക്കിത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാം. അപ്പോൾ നമ്മളെ മച്ചാനും ഫെജോ വന്നിട്ടുണ്ട്. നമുക്ക് ACC ആണ്. നമുക്കിവിടെ നിന്ന് ഓടാൻ ഗൈസ്. അല്ലേ ഇപ്പം മുട്ടച്ചേട്ടൻ്റെ തല്ലി പൊട്ടിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ മുട്ടച്ചേട്ടൻ അവിടെ നിൽപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഡാടാടാ എന്താണ് നീ പറഞ്ഞ മുട്ടച്ചേട്ടനോ? എനിക്ക് മുട്ട ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ എനിക്ക് നല്ല ബുദ്ധിയാണ് കേട്ടോ. എന്നെപ്പോലെ ഞാൻ പൊട്ടനൊന്നുമില്ല. ഞാൻ പോടാനേറ്റി, ഞാൻ പൊട്ടനൊന്നുമല്ല. പൊടാനേറ്റി പൊട്ടൻ എന്ന് വിളിച്ച് ഇടി കിട്ടു കേട്ടോ. അപ്പം ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് നേരെ ഈ മലയിലേക്ക് കയറാൻ പറ്റുമോ നോക്കാം. വേറെ ഏതേലും ഒരു മച്ചാൻ വരാൻ സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം നമുക്കിത് ഈ മലയിലേക്കും കാര്യങ്ങളിലൊക്കെ കയറാം. അപ്പം ഗൈസ് അധോലോകാകാൻ പോണെയാണ് ഗൈസ്. നമ്മളെ ഗൈസ് ഞാൻ ഏറി നിൽക്കണ്. ഏറി നടക്കണ. അപ്പം നമ്മളിതേ ഇപ്പം എത്തും. ഇതേ മുട്ടച്ചേട്ടൻ അവിടെ എത്തി. പോടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കിട്ടാനുള്ളത് കിട്ടി. അപ്പോൾ ഗൈസ് ഈ സ്ഥലത്തിൻ്റെ പൊക്കം കണ്ടാ നിങ്ങൾ? പക്ഷെ എൻ്റെ പൊന്നോ, ഒരു 10 ബസ് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കാം. നമുക്ക് ഇതിൻ്റെ എൻജിനും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ പിള്ളേരും കാര്യങ്ങളൊക്കെ ബസ്സിൽ കയറി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണതാണ്. ഇപ്പോഴത്തേക്കിനൊരു ഉച്ചയും കാര്യങ്ങളൊക്കെ ആയി. കണ്ടോ കിഡില സ്പോട്ട് ഗൈസ്. ഇത് കണ്ടോ വണ്ടിയുടെ മറ്റേ ഇതെന്താണിത്? പൈപ്പാണെന്ന് തോന്നുന്നു, എനിക്കൊന്നും അറിയുമ്പോൾ. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടിയും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. കണ്ട കിടിലം വണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബസ്സിൻ്റെ ഒരു ലുക്ക് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാലോ? ഡ്രോൺ എടുത്തിട്ട് നമുക്കിത്. അയ്യോ ഗൈസ് ലാഗ്
അവിടെ 3 കൊമ്പന്മാർ നിൽക്കണതാണ്. എന്ത് ലുക്കാന്ന് നോക്കുക. ശരിയാ, നീ കേട്ടത് ശരിയാ. ഐസൻ്റെ പാട്ട് എങ്ങനെയുണ്ട് ഉണ്ടാകായി. നമുക്ക് ഇവിടുന്ന് തമ്പനയിൽ ബസ്സൊന്നും കാണാനില്ല. ആരും ഒന്നും പേടിക്കണ്ട. അതൊരു മെസ്സേജ് തന്നെയാണ്. മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങളങ്ങ് കണ്ടു കാണും. ആ സൗണ്ട് എങ്ങനെയുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് ടെലിപ്പോർട്ട് അടിച്ച് നമ്മുടെ ബസ്സിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ ഗൈസ് ഇതേ നമ്മൾ ബസ്സിൻ്റെ അടുത്തേക്കും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ മച്ചാന്മാരവിടെയാണോ? മച്ചാന്മാരവിടെയാണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് മച്ചാന്മാരെയും കാര്യങ്ങളൊക്കെ രക്ഷിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മളിതേ നെക്സ്റ്റ് സ്പോട്ടും കാര്യങ്ങളൊക്കെ പോകാൻ പോണെയാണ്. ഇനിതേ നമ്മുടെ ഒരൊറ്റ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മുടെ ആ ഒരു എയർപോർട്ട് പോകാൻ ഒന്നുമില്ല. ഞാൻ ഗൈസ് എന്ന് വിളിച്ചത് ബസ് അടിക്കാൻ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ ആയിപ്പോയതേയുള്ളൂ. നമുക്ക് ഈ ക്യാമറയിട്ട് പറപ്പിച്ചിടാൻ വേണ്ടിയതേ ഇവിടെ 3 കൊമ്പന്മാരും പറഞ്ഞിട്ടുണ്ട്. പറപ്പിച്ചങ്ങ് വിടാം. നമുക്ക് പറപ്പിച്ചങ്ങ് വിടാം ഗൈസ്. നേരെ അങ്ങ് പോകാം. ഇതേ നമുക്ക് വളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളവും കാര്യം സ്റ്റിയറിങ് വെച്ച് വളയ്ക്കണം, അല്ലേ വണ്ടി പോയി ഇടിക്കും. നമുക്കിവിടെ നിന്ന് നേരെ 1 മിനിറ്റേ, ആരോ ഇപ്പോൾ കാറായിട്ട് അങ്ങ് പോയ പോലെ ഒരു സംശയം ഗൈസ്. ഒരു മാജിക് കണ്ടോ? അതൊന്നും പേടിക്കണ്ട, നമ്മുടെ ചാർജ് ഒന്ന് കയറാൻ പോയതാണ്. നമ്മൾക്ക് ചാർജില്ല ഗൈസ്, ചാർജില്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് നേരെ പോകാം. വീഡിയോ അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ആയി. നമുക്ക് ഇവിടെ നിന്ന് പറപ്പിച്ചിട്ടൊരു വീഡിയോ എൻ്റെ ഒക്കെ ഗൈസ് നമുക്ക് ഇവിടെ പറപ്പിച്ചിടാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഇന്ത്യ ഗേറ്റിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്താണ് കൊച്ചി എയർപോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അതെല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇന്ത്യ ഗേറ്റും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇന്ത്യ ഗേറ്റ് കഴിഞ്ഞിട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ പകുതിയൊക്കെ എത്തി. അപ്പോൾ ഗൈസ് നമ്മളിത് എവിടെയാണ്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അതെ എയർപോർട്ടിൻ്റെ മറ്റേ സാധനങ്ങളൊക്കെ ഇവിടെ ഞാൻ കാണുന്നുണ്ട്. കണ്ടോ എയർപോർട്ട് ഗൈസ്. ദിസ് പ്ലേസ് ഈ സ്കൂളിലുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ കൊണ്ടുവച്ചാൽ എന്തായിരുന്നു? ഈ എയർപോർട്ടും കാര്യങ്ങളൊക്കെ പോയിട്ട് എന്ത് കാണിക്കാനാ? അവിടെ ആരുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാണും. എന്തെങ്കിലുമൊക്കെ കണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് നേരെ അങ്ങ് പറപ്പിച്ചിടാം. നമ്മുടെ മച്ചാൻ നമ്മുടെ എയർപോർട്ടിലും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു, നമ്മുടെ ഫെജോ മച്ചാൻ. അപ്പം ഇതാണ് എയർപോർട്ടിൻ്റെ വഴി ഗൈസ്. ഇതാണ് അല്ല, അപ്പോൾ ഗൈസ് ഇതല്ല എയർപോർട്ടിൻ്റെ വഴി. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ എയർപോർട്ട് എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളിത് എയർപോർട്ടും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത്തിരി മുമ്പിലേക്ക് വന്നു. അവരൊക്കെ എയർപോർട്ടിൽ ഇതേ പിള്ളേരെ ഇറക്കിക്കൊണ്ടിരിക്കണം ഗൈസ്. അതാരാ? ഗൈസ് ഇത് നമ്മുടെ ഫെജോ മച്ചാനാണ് മുമ്പേ ആ കാറും കൊണ്ടുപോയത്. മച്ചാൻ ബെയിഞ്ചർ വർക്കാണ്. നമ്മളെ ഗ്യാങ്ങിലുള്ള എല്ലാവരും ഹാൻഡ് വർക്കാണ് ഗൈസ്. അയ്യോ ഗൈസ് ആരും പേടിക്കണ്ട, കുറച്ച് സാധനങ്ങളൊക്കെ തല്ലി പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് നേരെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതേ അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകുക. എന്നാലും ഈ ഫെജോ മച്ചാൻ എന്താന്ന് എന്നാലും നമുക്ക് ഫെജോ മച്ചാനോട് ചോദിച്ചു നോക്കാം എന്തിനാ വന്നേന്ന്. തന്നെ നമ്മളിവിടെ ടൂർ പോകാൻ വന്നപ്പോൾ മച്ചാൻ നമ്മുടെ കാറുമായിട്ട് വന്നേക്കണം. മച്ചാനോട് ഞാൻ ബസ് എടുത്ത് വരാൻ പറഞ്ഞാണ്. അപ്പോൾ കുറച്ച് പിള്ളേരെങ്കിലും കയറാനോ, ഒരാളെങ്കിലും കയറിയാനോ ബസ്സിലേ, 54 സീറ്റുള്ള ബസ്സിലേ. ഒന്നുമില്ല. അയ്യോ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ചില്ലും കാര്യങ്ങളൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടാരോ. അപ്പോൾ നമുക്കതേ ബസ് ഇവിടെ ഇവനെ ഇത് ഇവിടെ കൊണ്ടുപോകണം. അപ്പോൾ ഗൈസ് നമുക്ക് ബസ്സും കാര്യങ്ങളൊക്കെ അതെ ഇവിടെ പാർക്കാക്കിയിട്ട് നമുക്ക് ഇറങ്ങാം. നമുക്ക് പിള്ളേരൊക്കെ ഇറക്കിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഇതേ നമ്മൾ എയർപോർട്ടും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നവർ അവരുടെ വണ്ടിക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞാൽ റിപ്പയർ ആക്കാൻ പോയി. എന്നാലും നമ്മുടെ ഫെജോ ദേ ഇരിക്കണം. മച്ചാനെ പുറത്തോട്ടിറങ്ങ്. എടാ മച്ചാനെ, എൻ്റെ വണ്ടിയുടെ ഡോറോ ഇറക്കാൻ പറ്റണില്ല. എന്താണെന്ന് എനിക്കറിയൂല. എന്തായിരിക്കും കണ്ടോ, ഇറങ്ങാനാവുന്നില്ല എന്ന് പറയുന്നു. കണ്ടോ, എനിക്ക് ഇറങ്ങാൻ പറ്റണില്ല. അതെ വാതിലൊക്കെ തുറന്നല്ലോ വെച്ചാലേ, വാതിലൊക്കെ തുറക്കും. പക്ഷെ എനിക്ക് ഇറങ്ങാൻ പറ്റണില്ല. അടിപൊളി. അച്ഛനെന്താ ഇത് ഓപ്പൺ പറ്റണില്ല, ഓപ്പൺ ചെയ്യാൻ മാത്രം പറ്റണില്ല. അടിപൊളി. മച്ചാരൊന്ന് കയറിക്കേ. പൊളി ലോക്കഡ് മച്ചാനെ. അപ്പം നമുക്കും കാര്യങ്ങളും വീഡിയോ ഒക്കെ ഉണ്ടാക്കിയാലോ. മച്ചാൻ ആദ്യം വാതിലടക്കി. അവിടെ എനിക്കിപ്പോൾ വാതിലും അടയ്ക്കാൻ പറ്റുന്നില്ല. അടിപൊളി ഗൈസ്. മറ്റവന്മാരൊക്കെ പിള്ളേർ ഇവിടെ
കൊണ്ടാക്കിയിട്ട് പോയി. അപ്പോൾ നമുക്ക് വീഡിയോയും കാര്യങ്ങളും വൈൻഡപ്പ് ആക്കാം. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ബൈ.